നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വിഷയത്തിലേക്ക് വരാം. നമുക്ക് നേരെ വടകരയിലേക്ക് ഒന്ന് പോയി നോക്കാം. വടകര തെരഞ്ഞെടുപ്പ് ചൂടിലാണ്, നമുക്കറിയാം. RJDയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തിന് വേണ്ടി അവിടെ മത്സരിക്കുന്നത്. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് KK രമ തന്നെയാണ്. ആ നാട്ടുകാർ, വടകരക്കാർ രമേച്ചി എന്ന് വിളിക്കുന്ന നാട്ടുകാരുടെ സ്വന്തം KK രമ. നമുക്കറിയാം, KK രമ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ വടകരയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ KK രമ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഒരുപാട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ തീക്ഷ്ണമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നു. അതോടൊപ്പം തന്നെ ഇടത് രാഷ്ട്രീയത്തെ ശക്തമായി എഴുന്നേറ്റ് എന്ന് വെല്ലുവിളിക്കാൻ തക്ക ശക്തിമത്തായ ഒരു നേതൃത്വമായി KK രമയെ എല്ലാവരും കണ്ടു. അതുകൊണ്ട് തന്നെ KK രമയ്ക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു അവിടെയുള്ളവർ. കാരണം എന്താണ്, നമുക്കെല്ലാവർക്കും അറിയാം. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരൊറ്റ വിപ്ലവകാരിയുടെ പേരിലാണ് ശരിക്കും KK രമ എന്ന് പറയുന്ന ഒരു നേതാവ് വളർന്നു വന്നത്. അതിനുമപ്പുറത്തേക്ക് അവർക്ക് നല്ലൊരു രാഷ്ട്രീയ പശ്ചാത്തലം KK രമയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഈ KK രമ കഴിഞ്ഞ കാലങ്ങളിൽ ആ വടകര നിവാസികളോട് കാട്ടിയിരിക്കുന്നത് അനീതിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ KK രമയെ ആൾക്കാർ വാലിഡേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ ഒരു കൃത്യമായി പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും വടകര ഇത്തവണ KK രമയ്ക്ക് കുറച്ചൊന്ന് വിയർക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ചോമ്പാൽ ഹാർബറിലേക്ക് നമുക്കൊന്ന് പോയാൽ, ആ ചോമ്പ ഹാർബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോഴും അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വടകര എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ നിരവധിയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പറയാനുള്ളത് പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഓരോ MLA മാരും അവരുടെ ആവശ്യാനുസരണം ഞങ്ങളുടെ അടുത്തേക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. അതിനുശേഷം ഈ പറയുന്ന നേതാക്കന്മാരെ ആരെയും കാണുന്നില്ല എന്നുള്ളതാണ്. ഷാഫി പറമ്പിലാകട്ടെ അവിടേക്ക് വരുന്നുണ്ട്. വടകരയുടെ പലതരത്തിലുള്ള വികസനം, റെയിൽവേ സ്റ്റേഷൻ വികസനമുണ്ട്, ഹാർബറിൻ്റെ വികസനമുണ്ട്, റോഡുകളുടെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും വേണ്ടത്ര ഇടപെടൽ നടത്താതെ എവിടെന്നെങ്കിലും കുറേയധികം ആളുകളുമായി ഷാഫി പറമ്പിൽ ഒരു വിസിറ്റ് നടത്തും. എന്നുവെച്ചാൽ സ്ഥിരമായി ആ മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. വല്ലപ്പോഴും ഒരിക്കൽ ഷാഫി പറമ്പിൽ അവിടേക്ക് എത്തും. ആ എത്തുന്ന സമയത്ത് കുറേയധികം പത്രക്കാരുണ്ടാകും, അല്ലെങ്കിൽ കുറേയധികം ചാനൽ, ഈ പറയുന്ന സോഷ്യൽ മീഡിയയോ അതുമല്ലെന്നുണ്ടെങ്കിൽ കുറേ ക്യാമറമാന്മാരും ഒക്കെ ഉണ്ടാകും. അവിടെ നിന്നുകൊണ്ട് കുറേ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലുകളൊക്കെ കാണിച്ചിട്ട് ഷാഫി പറമ്പിൽ വന്ന വഴിയേ പോവും. അവിടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരാൻ ഷാഫി പറമ്പിലിനെ പോലെ ഒരു നേതാവിനെ കൊണ്ട് കഴിയുന്നില്ല എന്ന് തന്നെയാണ് ചോമ്പാലിലെ ഏറിയ പങ്കും മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ള ഒരു കഥ. അവിടെ വോട്ടിന് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ഈ രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് തകർക്കുന്ന നേതാവായി മാത്രമാണ് ഷാഫി പറമ്പിലിനെ ഇപ്പോഴും വടകരയിലുള്ള ആൾക്കാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായി റെയിൽവേ സ്റ്റേഷൻ വികസനം ഉൾപ്പെടെയുള്ള ഒരു നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മേൽ നടപടികൾ സ്വീകരിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു MP ആയി തന്നെയാണ് ഷാഫിയെ എല്ലാവരും വടകരയിലുള്ള ആളുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഒഞ്ചിയത്തിൻ്റെ ഒരു എന്താ പറയുക, ശക്തിമത്തായ ഒരു സ്ത്രീ സാന്നിധ്യം എന്നുള്ള നിലയിലാണ് ശരിക്കും KK രമ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ KK രമയിൽ അവിടെയുള്ള ആളുകൾക്ക് അവരുടെ രമേച്ചിയിൽ നിരവധി വിശ്വാസമുണ്ടായിരുന്നുവെന്നേ. ആ വിശ്വാസങ്ങളെല്ലാം തകർന്നു പോയി. ഏറ്റവും പ്രധാനമായി ഈ പറയുന്ന ചോമ്പാൽ കടപ്പുറത്തേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, അവിടെ മതിയായി ആ തുടക്കം മുതൽ തന്നെ അവിടെ വെളിച്ചമില്ലായ്മ ഒരു വലിയ പ്രശ്നമാണെന്നേ. അവിടെ ഹൈമാസ് ലൈറ്റുകൾ കൊണ്ടുവയ്ക്കുന്നു. ആ ഹൈമാസ് ലൈറ്റുകൾ കുറച്ച് ദിവസങ്ങൾ കത്തുന്നു, അത് കഴിഞ്ഞ് അത് വീണ്ടും കംപ്ലൈൻറ്റിലേക്ക് പോകുന്നു, അത് പിന്നീട് പ്രവർത്തിക്കാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. എന്നാൽ ഇതിനൊക്കെ ഒരു ഏകോപനം ആവശ്യമാണ്. ഈ ഏകോപനം സാധ്യമാക്കാൻ കഴിയാത്ത ഒരു നേതാവായി KK രമ അധപ്പതിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് വലിയ മോശപ്പെട്ട ഒരു കാര്യമായി മാറുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായി നിങ്ങളെ എല്ലാവരെയും, അതായത് KK രമ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് അവരവരുടെ ദൈനംദിന ജീവിതം തള്ളി നീക്കുന്നത്. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ വെളിച്ചമില്ലാതെ ഇരിക്കുന്ന ഹാർബറിൽ അവിടെ പാറക്കൂട്ടങ്ങളുണ്ട്, നിരവധിയായ പ്രതിസന്ധികളെല്ലാം ഉണ്ട്. ഇവർക്ക് ഇവരുടെ ഫൈബർ ബോട്ടുകൾ തകരുന്നതിനൊക്കെ കാരണമായി തീരുന്നു. അപകടങ്ങൾ പതിവായി മാറുന്നു. കാഴ്ച കിട്ടുന്നില്ല, കണ്ണ് കാണാൻ സാധിക്കുന്നില്ല കടലിൽ പോയിട്ട് വരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ മറികടക്കാൻ വേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഈ പറയുന്ന KK രമ അവിടുത്തുകാർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. KK രമ അവിടെ നമുക്കറിയാം, ഇവിടെ ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ സമരം ചെയ്തപ്പോൾ അവിടെ പന്തലിൽ പോയി ഇരിക്കാൻ കഴിഞ്ഞു KK രമയ്ക്ക്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് KK രമയ്ക്ക് സാധിക്കാതെ പോയത്? കാര്യക്ഷമമായി ഡ്രഡ്ജിങ് നടക്കാത്തത് കൊണ്ട് തന്നെ അവിടെ മണ്ണടിഞ്ഞു കൂടി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്.
അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ട ഒരു പദ്ധതി അവിടെ തയ്യാറാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടെന്നേ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇവർ തിരിച്ചറിയാതെ പോകുന്നത്? അവിടേക്ക് എത്തുന്ന റോഡ് സൗകര്യങ്ങൾ ഒന്നും തന്നെ വൃത്തിയാക്കിയിട്ടില്ല. അവിടെ എന്ന് വെച്ചാൽ വടകരയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വടകരയുടെ സമൂലമായ വികസനമാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചുകൊണ്ട് വീണ്ടും നിയമസഭയിലേക്ക് എത്തിയ കെ രമ അക്കാര്യത്തിൽ വടകരയുടെ വികസന പ്രവർത്തനങ്ങളിൽ അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് അവിടെ നിന്നുള്ള ആളുകൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണോ ഒരു നാടിൻ്റെ സമൂലമായ വികസനവും പരിവർത്തനവും സാധ്യമാക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലേക്ക് ഇറങ്ങി അതായത് ഈ പറയുന്ന കെ രമയെ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ വരുമ്പോൾ ആ ഷാഫി പറമ്പിലിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് കെ രമയ്ക്ക് അവിടെ വിജയിക്കാൻ കഴിയുക? ഷാഫി പറമ്പിൽ കുറച്ച് യുവാക്കളെ കൂട്ടാൻ സാധിക്കുമായിരിക്കും. പക്ഷേ പ്രാദേശിക തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു വരുത്തനായ നേതാവിനെ അല്ലെങ്കിൽ വരുത്തനായ ഒരാളെ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കുമെന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതേ ഷാഫി പറമ്പിൽ തന്നെയാണ് അവിടെ നിന്നുകൊണ്ട് കഴുത്തിന് പിടിച്ച് തള്ളിയ അതേ നേതാവ് തന്നെയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാർ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെയുള്ള ആളുകൾ എന്ത് വിശ്വസിച്ച് വേണം നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യാൻ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇതിന് മുമ്പുണ്ടായിരുന്ന നാണു എന്ന് പറയുന്ന നേതാവ് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നാണു മാസ്റ്റർ അദ്ദേഹം മന്ത്രിയായിരുന്ന ഒരു വ്യക്തി കൂടിയല്ലേ. അപ്പം ഇങ്ങനെ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ. കടലാക്രമണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ MLA ആയിരിക്കണം കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടതും മുന്നോട്ട് ഓരോ കാര്യങ്ങൾ നീക്കുകയും ചെയ്യേണ്ടത്. എന്നാൽ ഒരു കാര്യവും ഏറ്റെടുത്തുകൊണ്ട് ഇത് നമുക്കറിയാമല്ലോ, സഭയിൽ പലപ്പോഴും ഈ പറയുന്ന കെ രമയ്ക്ക് കാര്യഗൗരവമായി സ്വന്തം മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ തൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും തൻ്റെ മണ്ഡലത്തിൽ വരുന്ന ഭൂരിപക്ഷം വരുന്ന മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനാവശ്യമായി ഫിഷറീസ് വകുപ്പുമായി ചേർന്നുകൊണ്ട് ഒരു ഏകോപനം നിറഞ്ഞ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു വികസന പദ്ധതി ഇവിടെ നടപ്പിലാക്കാനോ കഴിഞ്ഞിട്ടില്ല. അവിടെ ഈ ലേല ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വിശ്രമ മുറി ഏർപ്പാടാക്കാൻ ഇതുവരെ കെ രമയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട അവിടെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ട അതിലേക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അതിനുള്ള ഒരു റോഡ് സൗകര്യം പോലും അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം മോശപ്പെട്ട ഒരു 5 വർഷക്കാലമാണ് ശരിക്കും കെ രമ തള്ളി നീക്കിയത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടി വരുന്നത്. ഇങ്ങനെ അതേസമയം കെ രമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആവശ്യമില്ലാത്ത സമരമേഖലകളിലും കർമ്മമേഖലകളിലേക്കും ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. സ്വന്തം മുന്നണിയിൽപ്പെട്ട ഒരു യുവ നേതാവ് ഈ നാടൊട്ടുക്ക് പോയി തോന്നിവാസം കാണിച്ചപ്പോഴും അതിനെ അപലപിച്ചു എന്നുള്ളത് നേര് തന്നെയാണ്. പക്ഷേ അതിനെതിരായി ശക്തമായ ഒരു പ്രതിഷേധം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതേ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വെട്ടിക്കിളിക്കൂട്ടങ്ങൾ ആക്രമിച്ചപ്പോൾ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടുന്ന സാഹചര്യം വരെ കെ രമയ്ക്കുണ്ടായി. അവരുടെ UDFിൻ്റെ ചെയർമാനായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പോലും അതിന് മുതിരാത്ത സാഹചര്യത്തിലാണ് കെ രമയെ പോലെ ശക്തയായ ഒരു വനിതാ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ആ വേദി പങ്കിട്ടത്. തെറ്റായ പ്രവണതയല്ലേ? അതിനൊക്കെ അങ്ങ് സമയം കണ്ടെത്തുമ്പോൾ എന്തുകൊണ്ടാണ് സ്വന്തം മണ്ഡലത്തിലുള്ളവരെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കെ രമ ശ്രമിക്കാതിരുന്നത്? അത് മോശപ്പെട്ട ഒരു പ്രവണതയായി തന്നെ വിലയിരുത്തും. അത് അവിടെയുള്ള ആ മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ 5 വർഷം സ്വന്തം മണ്ഡലമാണെന്ന് ഈ വടകര, ആ മണ്ഡലത്തിൽ അല്ല കെട്ടിയിറക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല കെ രമ. വടകരയുടെ സ്വന്തമായിരുന്നു കെ രമ എന്ന് പറയുന്നത്. അവരുടെ രമേച്ചി എന്നവർ തീർത്ത് വിളിക്കുന്ന ഒരു നേതാവ് തന്നെയാണ്. ആ നേതാവിന് എന്തുകൊണ്ടാണ് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലം അവരുടെ അടുത്തേക്ക് എത്താൻ കഴിയാതെ പോയത്? അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ തീർച്ചയായും കെ രമ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് സത്യത്തിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ പറയുന്ന UDFിൻ്റെ പാളയത്തിലേക്ക് ചേക്കേറിയത് കൊണ്ട് ഈ ജനാധിപത്യ ബോധത്തിലൊന്നും വിശ്വസിക്കേണ്ടെന്ന് ഒരുപക്ഷെ കരുതുന്നുണ്ടാവും. ചില ഗിമിക്സുകൾ കാണിക്കുകൊണ്ട് ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കന്മാർ വന്ന് റീലെടുത്ത് തങ്ങളെ വിജയിപ്പിച്ചു കളയുമെന്നൊരു തോന്നൽ ഒരുപക്ഷെ കെ രമയ്ക്ക് ഉണ്ടാവും. എന്നാൽ അതല്ല സത്യം. ജനങ്ങൾക്ക് വേണ്ടത് ആ പഴയ കെ രമ എന്ന് പറയുന്ന ഉശിരുള്ള വനിതാ നേതാവിനെ തന്നെയാണ്. ആ വനിതാ നേതാവ് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അവർക്ക് വേണ്ടത്. പക്ഷേ ഇതെല്ലാം കെ രമ എന്തുകൊണ്ട് മറന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വസ്തുത. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.